നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്നത് എങ്ങനെയാണെന്ന്? ആ കുട്ടി പതിയെ പതിയെ ഓരോ ചുവടുകളും വെച്ച് അത് പതിയെ പതിയെ വീണ് എണീറ്റ് വീണ് എണീറ്റ് വീണ്ടും എണീറ്റ് അങ്ങനെ അത് ഉറച്ച ചുവടുവെപ്പുകൾ നടത്താൻ ആ കുഞ്ഞ് പ്രാപ്തനാകുന്നു. പതിയെ പതിയെ നടക്കാനും ഓടാനും ഒക്കെ ആ കുഞ്ഞിന് കഴിയുന്നു. ഇത് നമ്മുടെ ബ്രെയിനിന്റെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന ഒരു പ്രത്യേകത മൂലമാണ് കഴിയുന്നത്. അതായത് വളരെ ലളിതമാണ് കാര്യം. ബ്രെയിന് പ്ലാസ്റ്റിക് പോലെയാണ്. അത് നമ്മളെ എങ്ങനെ മോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നോ അതിനനുസരിച്ച് അത് രൂപമാറ്റം വരുന്നു. ഇപ്പൊ ഒരു 60 വയസ്സുള്ള ഒരാള് ഇതുവരെ എഴുതാൻ പഠിച്ചിട്ടില്ല. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അയാള് തീരുമാനിക്കുകയാണ് എനിക്ക് എഴുതാൻ പഠിക്കണം. അങ്ങനെ അയാൾ പതിയെ പതിയെ എഴുതി വളരെ തെറ്റുകൾ പറ്റുന്നു, കൈ കടയുന്നു. അങ്ങനെ പതിയെ പതിയെ എഴുതി എഴുതി ആഴ്ചകളോളം എടുത്തുകൊണ്ട് ആ വ്യക്തിക്ക് നല്ല രീതിയിൽ വാക്കുകൾ എഴുതാനും കത്തുകൾ എഴുതാനും ഒക്കെ കഴിയുന്നു. ഇത് സത്യത്തിൽ ഈ ബ്രെയിനിന്റെ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന പ്രത്യേകത മൂലം തന്നെയാണ് സാധിക്കുന്നത്. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ബ്രെയിന് നമ്മളെ എല്ലാത്തിനും പ്രാപ്തനാക്കുന്നില്ല. അതിന് വേണ്ടത് പതിയെ പതിയെയുള്ള ശ്രമവും തുടർച്ചയായി ഓരോ ദിവസവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പഠനവുമാണ് വേണ്ടത്. അങ്ങനെയാണ് ബ്രെയിൻ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്. അതൊരു ചെടി വളരുന്ന പോലെ തന്നെയാണ്. അതായത് ആ ചെടിക്ക് ഒരു ദിവസം വെള്ളം കൊടുത്ത് കുറച്ച് വളമിട്ട് നോക്കി പിറ്റേ ദിവസം തന്നെ അത് വളർന്നു വലുതാവുകയല്ലല്ലോ ചെയ്യുന്നത്. അതായത് പതിയെ പതിയെ ചില ഇലകൾ വരുന്നു, കൊമ്പുകൾ വരുന്നു, അത് വലിയ ശിഖരങ്ങളായി അങ്ങനെ വർഷങ്ങളോളം എടുത്തുകൊണ്ടാണ് ആ ചെടി ഒരു വൻ വൃക്ഷമായി മാറുന്നത്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവന്റെ ബുദ്ധി മാത്രമല്ല, അത് മനുഷ്യൻ കാണുന്നതും കേൾക്കുന്നതും വെച്ച് പതിയെ പതിയെ മനുഷ്യന് മാറ്റങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നതാണ്. പലരും ചിന്തിക്കുന്നുണ്ടാവും എനിക്ക് ഇതൊന്നും കഴിയില്ല, എന്റെ പ്രായം വളരെ അധികമായി, ഇനി എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്നൊക്കെ. എന്നാൽ അത് സത്യമല്ല. ശാസ്ത്രം പറയുന്നത് നിങ്ങളുടെ ബ്രെയിനിന് ഏത് പ്രായത്തിലും പഠിക്കാൻ കഴിയും എന്ന് തന്നെയാണ്. അതായത് ശാസ്ത്രം ഇപ്പോൾ പറയുന്നത് വെറും 20 മണിക്കൂറത്തെ കഠിനമായ ശ്രമത്തിലൂടെ അതായത് മറ്റു കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ ഒരു ദിവസം 1 മണിക്കൂർ വെച്ച് അങ്ങനെ 20 ദിവസം തുടർച്ചയായി നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം പഠിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ആ കാര്യം ചെയ്യാൻ കഴിയുമെന്ന് ശാസ്ത്രം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളും ഇന്ന് തന്നെ പുതിയ ഒരു ചുവടുവെപ്പ് നടത്തുക, പുതിയ ഒരു കാര്യം പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കഴിയുമെന്ന ധാരണ ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇന്നു മുതൽ ശ്രമം തുടരുക. അങ്ങനെ പടിപടിയായി നമ്മൾ ഓരോ ശ്രമത്തിന്റെ കൂടെയും ബ്രെയിന് ഒരു ചെറിയ വഴി തുറന്നു തരികയും അങ്ങനെ അടുത്ത പ്രാവശ്യം ആ വഴി വലുതായി വലുതായി അതൊരു വലിയ ഹൈവേ ആയി മാറുകയും ആ ഹൈവേയുടെ അറ്റത്ത് ആണ് നമ്മുടെ കഴിവുകൾ ഇരിക്കുന്നത്, നമ്മുടെ വിജയം ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക.